അപ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇമേജ് എൻഹാൻസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് ആണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്സിൽ പോയിന്റ് പ്രോസസ്സിംഗ്, ഇൻറ്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ, ഹിസ്റ്റോഗ്രാം പ്രോസസ്സിംഗ്, ഇമേജ് സബ്ട്രാക്ഷൻ, ഇമേജ് ആവറേജ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇമേജ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഇമേജ് എന്ന് നോക്കുക. നിങ്ങൾ ക്ലാസ് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. അത് വെച്ചിട്ട് മാത്രം സ്ലൈഡ് നോക്കിയാൽ മതി. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഓരോ അപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ഇമേജിനെ മോഡിഫൈ ചെയ്ത് വേറൊരു ഇമേജ് ആക്കി മാറ്റാം. അതായത് നമ്മുടെ ഒറിജിനൽ ഇമേജ് ആയിരിക്കില്ല ചില ആപ്ലിക്കേഷന് വേണ്ടത്, അതിലൊരു കുറച്ച് മോഡിഫിക്കേഷൻ വേണ്ടി വരും. അപ്പോൾ ആ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ആ ആപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. That is according to the application modifying the original image to another image. Okay, that is application dependent ആണ്. അപ്പോൾ ഈ മോഡിഫിക്കേഷൻ ഓഫ് ദ ഒറിജിനൽ ഇമേജ് അല്ലേ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി കൂടും, പക്ഷെ ക്വാളിറ്റി കൂടുന്നത് എന്തനുസരിച്ചിട്ടായിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ദ അക്കോർഡിംഗ് ടു ദ ആപ്ലിക്കേഷൻ മോഡിഫൈയിങ് ദ ഒറിജിനൽ ഇമേജ് ടു അനദർ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. ആ മോഡിഫൈങ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇസ് ദ പ്രോസസ് ദാറ്റ് ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഇമേജ് ഫോർ എ സ്പെസിഫിക് ആപ്ലിക്കേഷൻ. അപ്പോൾ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി, ഞാൻ പറഞ്ഞു ആപ്ലിക്കേഷൻ അനുസരിച്ച് മാത്രമേ ഓരോന്നിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുള്ളൂ. ഇപ്പോൾ ഇന്നൊരു ആപ്ലിക്കേഷൻ ഇന്ന ഇമേജ് ആണെങ്കിൽ ആ ഇമേജിൻ്റെ ക്വാളിറ്റി മാത്രമാണ് നമ്മൾ ഇമ്പ്രൂവ് ആക്കണത്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഒറിജിനൽ ഇമേജിനെ മോഡിഫൈ ചെയ്ത് വേറൊരു ഇമേജ് ആക്കുക, അതിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, കുറച്ച് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്ലിക്കേഷനിൽ ഇപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എൻഹാൻസ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺട്രാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്ജ് എൻഹാൻസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മാഗ്നിഫൈ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒറിജിനൽ ഇമേജിൽ നിന്ന് മോഡിഫൈ ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ ആ പെർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഇമേജ് എൻഹാൻസ്മെൻറ്റ്. അതായത് ഹൈലൈറ്റിംഗ് സർട്ടൻ ഫീച്ചേഴ്സ് that improves the quality of an image for a specific application. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് മെത്തേഡ് മെയിനായിട്ട് രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡും പിന്നെ ഒരെണ്ണം ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡും. അപ്പോൾ രണ്ട് ടൈപ്പ്, ഒന്ന് സ്പേഷ്യൽ ഡൊമൈനും ഒന്ന് ഫ്രീക്വൻസി ഡൊമൈനും. ഓക്കെ, അപ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോസസ്സിംഗ് ദ ഇമേജ് ഇൻ ദ സ്പേസ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ ദ ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഓഫ് പിക്സൽസ് ഇൻ എ ഇമേജ്. അതായത് നമ്മൾ സ്പേസിൽ തന്നെ വെച്ചിട്ട് ആ സ്പേസ് കോർഡിനേറ്റ്സ് തന്നെ വെച്ചിട്ട് നമ്മൾ ഇമേജിനെ പ്രോസസ്സ് ചെയ്യുക. അതായത് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ഓഫ് ദ പിക്സൽസ്, ഒരു ഇമേജിനെ ആ സ്പേസ് കോർഡിനേറ്റ്സിൽ തന്നെ വെച്ചിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പേസ് ഡൊമൈൻ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അത് ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ സ്പേസ് ഡൊമൈനെ നമ്മൾ എന്താക്കി മാറ്റണം, ആദ്യം ഫ്രീക്വൻസി ഡൊമൈനായിട്ട് മാറ്റണം. ഓക്കെ, അപ്പോൾ ആ ബേസ്ഡ് ഓൺ മോഡിഫൈങ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഇമേജ് ആണ്. ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ മോഡിഫൈങ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഇമേജ്, ദാറ്റ് ഇസ് കൺവേർട്ടിംഗ് ദ സ്പേഷ്യൽ ഡൊമൈൻ ടു ദ ഫ്രീക്വൻസി ഡൊമൈൻ. ഇപ്പോൾ കോമ്പിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, ചില എൻഹാൻസ്മെൻറ്റ്സ് ടെക്നിക്കിൽ കോമ്പിനേഷൻ ഓഫ് ഫസ്റ്റ് ടു കാറ്റഗറീസ് നമ്മൾ യൂസ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ കോമ്പിനേഷൻ മെത്തേഡ്. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ടെണ്ണമാണ്, ഒന്ന് സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡും ഒന്ന് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡും. ഓക്കെ, ഇപ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ കോർഡിനേറ്റ്സിൽ വെച്ചിട്ട് തന്നെ സാധാ ഇമേജിൻ്റെ സാധാ പിക്സൽ എടുത്തിട്ട് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് വ്യത്യാസം വരുത്തുക. അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആ സ്പേസ് ഡൊമൈൻ നമ്മൾ എന്താക്കി മാറ്റണം, ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ടെക്നിക്സ് ആർ ബേസ്ഡ് ഓൺ മോഡിഫൈയിങ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഇമേജ്. ഫോറിയർ ട്രാൻസ്ഫോമിനെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സ്പേഷ്യൽ ഡൊമൈൻ ആണ് അല്ലേ. അപ്പോൾ ഈ സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറഞ്ഞു വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ട്, ഒന്ന് പോയിന്റ് പ്രോസസ്സിങ്ങും പിന്നെ ഒരെണ്ണം മാസ്ക് പ്രോസസ്സിങ്ങും. ഓക്കെ, അപ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് രണ്ട് ടൈപ്പ്, ഒന്ന് പോയിന്റ് പ്രോസസ്സിങ്ങും പിന്നെ ഒരെണ്ണം മാസ്ക് പ്രോസസ്സിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ടേം സ്പേഷ്യൽ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ പിക്സൽ കമ്പോസിംഗ് ഓഫ് ഇമേജ് ആണ്. നമുക്കറിയാം ഒരു ഇമേജ് പിക്സൽസ് വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ സ്പേഷ്യൽ ഡൊമൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്.
അപ്പോൾ സ്പേഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് ആർ പ്രൊസീജിയേഴ്സ് ദാറ്റ് ഓപ്പറേറ്റ് ഡയറക്ട്ലി ഓൺ ദ പിക്സൽസ് അല്ലേ. നമ്മൾ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. സാധാ ഇമേജ് സ്പേഷ്യൽ കോർഡിനേറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിൽ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പ്രൊസീജിയേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെനോട്ട് ചെയ്യാം, g(x1) നമ്മുടെ സാധാ ഇമേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം f(x5) ആണ് അല്ലേ. f(x, y) നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ f(x, y) എന്നറിയാം. അതിലൊരു ട്രാൻസ്ഫോം ഫംഗ്ഷൻ കൊടുക്കുന്നു. അതാണ് t(f(x, y) എന്ന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, g(x, y) കിട്ടും അല്ലെ. അതായത് ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നതാണ് g(x, y). അപ്പോൾ f(x, y) എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് ഇമേജ് ആണെന്ന് അറിയാം. g(x, y) എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്ഡ് ഇമേജ് ആണെന്ന് അറിയാം. t എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രാൻസ്ഫോം ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഓപ്പറേഷൻ ഓൺ ദ f ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. ഇൻ അഡീഷൻ ടി ക്യാൻ ഓപ്പറേറ്റ് ഓൺ സെറ്റ് ഓഫ് ഇൻപുട്ട് ഇമേജിലും. ഇതൊരു ഇമേജിന്റെ കാര്യമാണ് പറഞ്ഞത്. വേണമെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ഇമേജിൽ നമുക്ക് എന്ത് ഓപ്പറേറ്റ് ചെയ്യാം, ടീനെ ഓപ്പറേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം ഈ സ്ലൈഡിൽ പറയാത്തൊരു കാര്യം പറഞ്ഞു. ദ സ്പേഷ്യൽ ഡൊമൈൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2. ഏതൊക്കെയാണ്, പോയിന്റ് പ്രോസസ്സിങ്ങും മാസ്ക് പ്രോസസ്സിങ്ങും. ഓക്കെ. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ അനുസരിച്ചിട്ട് ദ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ ദ സെന്റർ ഓഫ് ദ അതായത് പോയിന്റ് പ്രോസസ്സിങ് അല്ലേ. അപ്പോൾ ഓരോ പിക്സൽസുമാണ് പോയിന്റ് പ്രോസസ്സിങ്ങിൽ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈച്ച് പിക്സലാണ് മോഡിഫൈ ചെയ്യുക. അതെങ്ങനെ മോഡിഫൈ ചോദിച്ചാൽ മൂവ് ഫ്രം പിക്സൽ ടു പിക്സലിലേക്കാണ് അത് മാറുക. അതായത് സെന്റർ ഓഫ് ദ സബ് ഇമേജ്. അപ്പം നമ്മളവിടെ കാണിച്ചിട്ടുണ്ട്, സ്പേഷ്യൽ ഡൊമൈനിൽ ഒരു ഇമേജ് കാണിച്ചിട്ടുണ്ട് f(x, y) എന്നുള്ളത്. അപ്പോൾ സെന്റർ ഓഫ് ദ സബ് ഇമേജ് ഈസ് മൂവ് ഫ്രം പിക്സൽ ടു പിക്സൽ സ്റ്റാർട്ടിങ് അറ്റ് ദ ലെഫ്റ്റ് കോർണർ ഓഫ് ദ ഇമേജ്. അപ്പോൾ ലെഫ്റ്റ് കോർണർ ഓഫ് ദ ഇമേജിൽ നിന്ന് എന്ത് സംഭവിക്കും, ഓരോ പിക്സലിന് ഓരോ പിക്സലിലേക്ക് മാറിയിട്ടായിരിക്കും നമ്മൾ എന്ത് നടത്തുന്നുണ്ടാവുക, മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ടാവുക. ദാറ്റ് ഈസ് 1-to-1 മാപ്പിംഗ്. ഒരു പിക്സലിന് അടുത്ത പിക്സലിലേക്ക്, ആ പിക്സലിന് അടുത്ത പിക്സലിലേക്ക്, അങ്ങനെ മാറിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ടാവുക. അപ്പോൾ സബ് ഇമേജ്, അതായത് നമ്മുടെ കാണിച്ചിരിക്കുന്ന ഇമേജ് എന്ത് ചെയ്യും, ആ പോയിന്റിൽ നിന്ന് അടുത്ത പിക്സലിലേക്ക് മാറും. ഓക്കെ. അതാണ് ആ പറയുന്നത് സെന്റർ ഓഫ് ദ സബ് ഇമേജ്. അതായത് സെന്റർ കാണിക്കുക, ഒരു ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സെന്ററിൽ കാണിച്ചു എന്ന് മാത്രം. അത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഫ്രം പിക്സൽ ടു പിക്സലിലേക്ക് മൂവ് ചെയ്യും. സാധാരണ സ്റ്റാർട്ട് ചെയ്യണത് ലെഫ്റ്റ് കോർണർ ഓഫ് ദ ഇമേജ് എന്നാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ ഇതിന് എന്തും വിളിക്കാം, നമുക്ക് 1-to-1 മാപ്പിംഗ് എന്നും വിളിക്കാം. കാരണം ഒരു പിക്സലിന് അടുത്ത പിക്സൽ, അങ്ങനെയാണ് നമ്മൾ ഇതിൽ എന്ത് നടത്തുന്നത്, ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത്. Okay. അപ്പോൾ at each location operator T is applied to the produce the output at the location utilized only the pixel covered by the neighborhood. Okay. അപ്പോൾ at each location T എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഔട്ട്പുട്ട് ഉണ്ടാക്കാനാണ് അല്ലേ. അപ്പോൾ എങ്ങനെ മാത്രമാണ് ലൊക്കേഷൻ യൂട്ടിലൈസസ്, എപ്പോഴാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുക, പിക്സൽ കവേർഡ് ബൈ ദ നൈബർഹുഡ്. എല്ലാ നൈബർഹുഡിലും ഇത് കവറായി കഴിയുമ്പോഴേ നമ്മൾ എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ, ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ദിസ് ഈസ് വൺ ഫോം ഓഫ് ടെക്നിക് ഇൻ പോയിന്റ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പോയിന്റ് പ്രോസസ്സിംഗ്, മാസ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു. മാസ് പ്രോസസ്സിംഗ് നമ്മൾ പഠിക്കും. പോയിന്റ് പ്രോസസ്സിംഗിൽ ഒരു ഫോർമേഷനാണ് ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫംഗ്ഷൻ അല്ലെ. പോയിന്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓരോ പിക്സലായിട്ടാണ് മോഡിഫൈ ചെയ്യുക. അതായത് പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് മോഡിഫൈ ചെയ്യുക. 1-to-1 മാപ്പിംഗ് ആണെന്ന് പറഞ്ഞു. അതിൽ വൺ ഫോം ഓഫ് ടെക്നിക്സ് ഇൻ പോയിന്റ് പ്രോസസ്സിംഗ് ആണ് എന്ത്, ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ. അതർവൈസ് ഇറ്റ്സ് കോൾഡ് ആസ് എൻ ഇന്റൻസിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ അതർവൈസ് എന്ത് വിളിക്കും, ഇന്റൻസിറ്റി ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ നമുക്കറിയാം പോയിന്റ് ടു പോയിന്റ് മാപ്പിംഗ് ആകുമ്പോൾ 1-to-1 മാപ്പിംഗ് ആണെന്ന് അറിയാം. അതായത് പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് എൻ്റയർ ഇമേജിനെ മോഡിഫൈ ചെയ്യണതെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് കാണിക്കുകയാണ്. അതപ്പോൾ സിമ്പിൾ ഫോം ഓഫ് ടി, അതായത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്ന് അറിയാം. ടി എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണെന്ന് അറിയാം. നൈബർഹുഡ് ഓഫ് ദ സൈസ്, അതായത് ഒരു പിക്സലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഒരു സിംഗിൾ പിക്സലിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ തന്നെ R എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് പിക്സലാണ്, S എന്ന് പറയുന്നത് നമ്മുടെ മോഡിഫൈഡ് പിക്സലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇമേജ് അല്ല പറയുന്നത്, ഒരു പിക്സലിന്റെ വാല്യൂ ആണ് പറയുന്നത്. അപ്പോൾ പിക്സൽ ബൈ പിക്സൽ ആയിട്ടാണ് പോവാന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഇവിടെ ഒരു പിക്സൽ ബൈ പിക്സലിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ S = T(r), where R is the ഇൻപുട്ട് പിക്സലും S എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട് പിക്സലും ആയിരിക്കും.
ടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ആർ ആൻഡ് എസ് എന്ന് പറയുന്നത് വേരിയബിൾസ് ഡിനോട്ടിംഗ് ദ ഗ്രേ ലെവൽ ആണ്. നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈയും ജി ഓഫ് എക്സ് വൈ അറ്റ് എ പോയിന്റ് എക്സ് കോമ വൈ, അതാണ് ആ റെപ്രസെന്റ് ചെയ്യുന്ന ആറും എസും. അതൊരു ഇമേജ് ആയിട്ട് കാണിച്ചിരിക്കുകയാണ് എഫ് ഓഫ് എക്സ് കോമ വൈയും ജി ഓഫ് എക്സ് കോമ വൈയും. പക്ഷെ നമ്മളിവിടെ പിക്സൽ എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? എസ് ഈസ് ഈക്വൽ ടു ട്രാൻസ്ഫോം ഓഫ് ആർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രേ ലെവൽ അതൊക്കെ ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഫംഗ്ഷൻസ് ആർ കൺസിഡർഡ് ടു ബി സിംപ്ലസ്റ്റ് ഓഫ് ഓൾ ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക്ക്. അപ്പൊ ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മൾ ഇമേജ് എൻഹാൻസ്മെന്റിൽ സിമ്പിൾ ആയിട്ട് കാണുന്നത്. ദ വാല്യൂ ഓഫ് ദ പിക്സൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ പ്രോസസിംഗ് വിൽ ബി ഡിനോട്ടഡ് ആർ ആൻഡ് എസ് റെസ്പെക്റ്റീവ്ലി. അതായത് നമ്മൾ പ്രോസസ് ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആറും, പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എസും ആണ്. അതാണ് ആ എക്സ്പ്രഷൻ കാണിച്ചിരിക്കുന്നത്. ടി എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ പറയണത് ശ്രദ്ധിക്കണം. ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു 3. ഓക്കെ, ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് 3 എണ്ണമായിട്ട് തരംതിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് എൻ ലീനിയർ, second one is called as an logarithmic, and third one is called as an power. Okay, അപ്പോൾ 3 എണ്ണമായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒന്ന് എന്തൊക്കെയാണ്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, രണ്ടാമത്തത് ലോഗരിതമിക്, മൂന്നാമത്തത് പവർ ലോ. ഓക്കെ, അപ്പൊ ഈ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ 3 എണ്ണം ഏതൊക്കെയാണ്? ഒന്ന് ലീനിയർ, ഒന്ന് ലോഗരിതമിക്, ഒന്ന് പവർ ലോ കേട്ടോ. അപ്പോ ഇനി ഞാൻ പറയുന്നത് ഈ ലീനിയറിൽ തന്നെ നമ്മൾ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് എൻ നെഗറ്റീവ് ആൻഡ് ഐഡന്റിറ്റി. ലീനിയറിൽ 2 എണ്ണം ഏതാണ്? നെഗറ്റീവും ഐഡന്റിറ്റിയും. ലോഗരിതമിക്തിൽ 2 എണ്ണം, അതാണ് ലോഗും ഇൻവേഴ്സ് ലോഗും. പവർ ലോയിൽ 2 എണ്ണം ഉള്ളതാണ് nth പവറും nth റൂട്ടും. ഈ പറയണതൊക്കെ നമ്മുടെ ഈ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ പറയാം. ദ ഗ്രേ ലെവൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ലീനിയർ, ഒന്ന് ലോഗരിതമിക്, മൂന്നാമത്തത് പവർ ലോ. ലീനിയറിനെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു, നെഗറ്റീവും ഐഡന്റിറ്റിയും. ലോഗരിതമിക്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, ലോഗും ഇൻവേഴ്സ് ലോഗും. പവറിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു, nth റൂട്ടും nth പവറും. ഓക്കെ, ഇനി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ലീനിയർ നമുക്കറിയാം എന്താണ് ലീനിയർ എന്ന്. അപ്പൊ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഞാൻ ഇതെല്ലാം പറയുന്നത് ഈ ഫിഗർ വെച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഇന്റൻസിറ്റി ആണ്. ദാറ്റ് ഈസ് ഇൻപുട്ട് ഗ്രേ ലെവൽ ഇന്റൻസിറ്റി ആണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആർ വെച്ചിട്ടാണ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഗ്രേ ലെവലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഗ്രേ ലെവലും വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഗ്രേ ലെവലും ആണ്. ഇനി ആദ്യം നമ്മൾ പറയുന്നത് ഐഡന്റിറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഐഡന്റിറ്റി അല്ലെ, അപ്പോൾ എന്ത് ഈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്നത്. അപ്പൊ ആർ ഈക്വൽ ടു എസ് എന്നുള്ള വാല്യൂ, ആർ ഈക്വൽ ടു എസ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? സെയിം ഇന്റൻസിറ്റി വാല്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ അതെന്തായിട്ട് കിട്ടും? ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് കിട്ടും. വെൻ ആർ ഇസ് ഈക്വൽ ടു എസ് എന്നൊരു ടേം വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഔട്ട്പുട്ടും ഇൻപുട്ടും സെയിം ആണെങ്കിൽ അവിടെ എന്താണ്? സെയിം ഇന്റൻസിറ്റി വാല്യൂ ആണ് അല്ലെ. അപ്പൊ ലീനിയർ ആവും. അപ്പൊ അതെന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ആ ഫിഗറിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഐഡന്റിറ്റി മാർക്ക് ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആണ്. എപ്പോഴാണ് അത് സ്ട്രെയിറ്റ് ആവുക? ആർ ഈക്വൽ ടു എസ് എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ സെയിം ഇന്റൻസിറ്റി വാല്യൂ ആവും. അപ്പൊ എന്ത് സംഭവിക്കും? ലീനിയർ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ഐഡന്റിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലീനിയറിൽ 2 ടൈപ്പ് എന്ന് പറഞ്ഞു. ഒന്ന് ഐഡന്റിറ്റിയും അടുത്തത് നെഗറ്റീവ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ നെഗറ്റീവിന്റെ കേസ് നോക്കിയേ, 0 അല്ലെ, 0 ടു മാക്സിമം വാല്യൂ വരെ പോകുന്നുണ്ട്. അപ്പൊ ഈ 0 ടു മാക്സിമം ഗ്രേ ലെവൽ വാല്യൂ പറഞ്ഞാൽ എവിടം വരെ വേരി ചെയ്യും? 0 to 255 അല്ലേ, 0 to 256 വരെയാണ് വെയിറ്റ്. ഒരു 8 ബിറ്റ് ആണെങ്കിൽ നമ്മുടെ ഗ്രേ ലെവൽ ഇമേജ് എന്ന് പറയുന്നത് എത്ര വരെ വേരി ചെയ്യും? 2⁸, ദാറ്റ് ഈസ് 256 വരെ വേരി ചെയ്യും. ഇവിടെ 0 to L-1, അപ്പൊ എത്ര വരും? 255 വരെ വരും. ഓക്കെ, അപ്പൊ ഇൻപുട്ട് 0 ആണെങ്കിൽ ഇൻപുട്ട് 0 ആണ്, നേരെ പോണത് L-1ലേക്കാണ്.
അപ്പം അങ്ങനെ L-1ലേക്ക് പോകുമ്പോൾ അപ്പോൾ 0 റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ 255 എന്നുള്ളൊരു വാല്യൂ ആണ് 0 റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവിടെയും എന്തായിരിക്കും? 0 വരുന്നവിടെയൊക്കെ 255യുടെ വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ 0 വരുന്ന പോർഷനൊക്കെ 255 ആണെങ്കിൽ മേലെ എത്തുന്ന സമയത്തും അവിടെ എന്താവും? 255 അല്ലെ? 0 ഉള്ള അവിടെയൊക്കെ എന്തായിട്ട് മാറും? 255 ആയിട്ട് മാറും. അപ്പൊ മേലത്തെ അവിടെ എത്തുന്ന സമയത്ത് 255 ആയിട്ട് മാറും. നേരെ തിരിച്ചു വരുന്ന സമയത്തോ ഇവിടെയും നമ്മൾ തിരിച്ചാണ് വരുന്നത് അല്ലെ? അതായത് നമുക്ക് 0 255, 255 0 ആ ഒരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുക. 0 255, 255 എങ്ങോട്ടേക്ക് വരും? 0ലേക്ക് വരും അല്ലെ? അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരുന്നത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് എന്ന് വിളിക്കുന്നത്. അതായത് അപ്ലിക്കേഷൻ ഇപ്പൊ എങ്ങനെ പറയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു മെഡിക്കൽ ഇമേജ് എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അതില് നമുക്ക് ബ്ലാക്ക് ഇമേജും ഉണ്ട്, വൈറ്റ് ഇമേജും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്ലാക്കില് വൈറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ വൈറ്റിൽ നമുക്ക് ബ്ലാക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെയുള്ളൊരു ആപ്ലിക്കേഷനിലാണ് നമ്മൾ ഇത് ഏത് യൂസ് ചെയ്യുക? ഈ നെഗറ്റീവ് യൂസ് ചെയ്യുക. അതായത് 0 നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് എങ്ങോട്ടേക്കാണ്? 255ലേക്ക്. അപ്പൊ ഇൻപുട്ട് 0 ഉള്ളവിടെയൊക്കെ എന്തായിട്ട് മാറും? 255 ആയിട്ട് മാറും. എന്നിട്ട് 255 ഉള്ളവിടെയൊക്കെ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കേസിൽ അതെന്തായിട്ട് മാറും? ഇമേജ് നെഗറ്റീവ് ഇമേജ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞു ലോഗരിതമിക്. ദാറ്റ് ഈസ് ലോഗ് ആൻഡ് ഇൻവേഴ്സ് ലോഗ് അല്ലെ? അപ്പൊ അതിനൊരു ഇക്വേഷൻ പറയാന്ന് പറഞ്ഞാല് ലോഗരിതമിക്കിന്റെ കേസിൽ S is equal to log of 1 plus R ആണ്. S is equal to C into log of 1 plus R എന്നാണ് എടുക്കുക. ദാറ്റ് ഈസ് R എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് പിക്സൽ ആണ്, S എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പിക്സൽ ആണ്, C എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുക്കുക. ഓക്കെ, അതായത് 1 പ്ലസ് R എന്ന് കൊടുക്കുകയാണ്. കാരണം വെറും R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ലോഗ് 0 ആയി പോകും. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ S is equal to C into log of 1 plus R എന്ന് കൊടുക്കുന്നത്. അപ്പൊ പിക്സൽസ് കൂടുന്നു, അപ്പൊ ലോഗരിതത്തിന്റെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ? അപ്പൊ പിക്സൽ കൂടുന്നതിനനുസരിച്ചിട്ട് അത് എന്തായിട്ട് മാറും? ഒരു കേർവ് ആയിട്ട് മാറുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വൽ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ പറ്റും. ബ്രൈറ്റ്നെസ് കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഏത് യൂസ് ചെയ്യുന്നത്? ആ ലോഗരിതമിക് യൂസ് ചെയ്യണത്. അതിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ, അതായത് ഡൈനാമിക് റേഞ്ചിന് ഒരു ഡിഫറൻസ് വരും അല്ലെ? അപ്പൊ നമ്മൾ ആ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇതൊക്കെ കുറയ്ക്കാൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്? ഇൻവേഴ്സ് ലോഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പവർ ലോ എന്ന് പറഞ്ഞു അല്ലെ? പവർ ലോ നമ്മൾ 2 ടൈപ്പാണ്, nth റൂട്ടും nth പവർ എന്നും പറഞ്ഞു. അപ്പോൾ S is equal to C into R raised to gamma. അതാണ് അതിന്റെ ഇക്വേഷൻ. S is equal to C into R raised to gamma. അപ്പോൾ C ആൻഡ് ഗാമ എന്ന് പറയുന്നത് പോസിറ്റീവ് കോൺസ്റ്റന്റ് ആണ്. R ഇൻപുട്ട് ഇമേജ് ആണ്, S എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇമേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഗാമ വെച്ചിട്ടാണ് നമ്മൾ ഈ ഐഡന്റി പറയുന്നത്. അപ്പൊ ഗാമയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഏതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും? പിക്സലിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പൊ ഗാമ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതെന്തായിരിക്കും? ഐഡന്റിറ്റി ട്രാൻസ്ഫോം ആയിരിക്കും. അതായത് ഗാമയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ, ഗാമയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എന്തിലേക്ക് പോവും? nth റൂട്ടായിട്ട് പോവും. ഗാമയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതെങ്ങോട്ടേക്ക് പോവും? nth പവർ ട്രാൻസ്ഫോർമേഷനിലേക്ക് പോവും. ഓക്കെ, അതായത് നമ്മൾ ഗാമ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ, അതായത് C into R raised to ഗാമയാണ്. അപ്പൊ ഗാമയാണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ തീരുമാനിക്കുന്നത്. ഗാമയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അത് nth റൂട്ട് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഗാമയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് nth പവർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക ഈ ഗാമ കറക്ഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. ഈ CRTയിലൊക്കെ ഇന്റൻസിറ്റിയിൽ നോൺ ലീനിയർ ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നോൺ ലീനിയാരിറ്റി ഉണ്ടാവും, ഇന്റൻസിറ്റിയിൽ നോൺ ലീനിയർ ഫംഗ്ഷൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ലീനിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുക? ഗാമയുടെ വാല്യൂ ചൂസ് ചെയ്യുക. അപ്പൊ പിക്സലിന്റെ കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ അങ്ങനത്തെ കാര്യമാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗാമ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞാണ്. ഇനി നമുക്ക് ഓരോന്നായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ലീനിയർ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, പവർഫുൾ ഫംഗ്ഷൻ. ലീനിയറിൽ 2 നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷനും ഐഡന്റിറ്റിയും, ലോഗരിതത്തിൽ 2 ലോഗ് ട്രാൻസ്ഫോർമേഷനും ഇൻവേഴ്സ് ലോഗ് ട്രാൻസ്ഫോർമേഷനും, പവറിൽ 2 nth പവറും ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
എസ് ഈക്വൽ ടു ആർ എന്നുള്ളൊരു വാല്യൂ. അപ്പൊ ഔട്ട്പുട്ട് ഇന്റൻസിറ്റി ഐഡന്റിക്കൽ ടു ഇൻപുട്ട് ഇന്റൻസിറ്റി ആണ്. ഈക്വൽ ടു ആർ. ഇമേജ് നെഗറ്റീവ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ദ നെഗറ്റീവ് ഓഫ് ആൻ ഇമേജ് വിത്ത് എ ഗ്രേ ലെവൽ ഇൻ ദ റേറ്റ് 0 to L-1 ആണ്. L ലാർജസ്റ്റ് വാല്യൂ ഒബ്റ്റെയിൻഡ് ആണ് നെഗറ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എസ് ഈസ് ഈക്വൽ ടു L-1 മൈനസ് ആർ എന്നൊരു കൊടുക്കുക, വിച്ച് റിവേഴ്സസ് ദ ഇന്റൻസിറ്റി ലെവൽ ഓഫ് ദ ഇൻപുട്ട് ഇമേജ് ഓഫ് ദ ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ്. അതായത് നമ്മൾ ഈ ഒരു ഇതില് നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് ദി ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് റിവേഴ്സസ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, എൻഹാൻസിങ് വൈറ്റ് ഓർ ഗ്രേ ഡീറ്റെയിൽ ആയിട്ട് ഡാർക്ക് റീജിയൻ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണെന്ന് കാണിച്ചേക്കണം. കണ്ടോ, ഇവിടെ ബ്ലാക്കിൽ നമുക്ക് വൈറ്റ് എൻഹാൻസ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെ വൈറ്റിൽ ബ്ലാക്ക് എൻഹാൻസ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ലോഗരിതമിക്ക് നമ്മൾ പറഞ്ഞു ലോഗ് ഫംഗ്ഷൻ എസ് ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ലോഗ് ഓഫ് 1 + r ആണ്. സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ആർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. വൈഡർ റേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നത്. ഡാർക്ക് പിക്സൽ വൈൽ കംപ്രൈസിങ് ഹൈ ലെവൽ വാല്യൂസ് എക്സ്പാൻഡ് ദ വാല്യൂസ് ഓഫ് ഡാർക്ക് പിക്സൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നാരോ റേഞ്ച് ഓഫ് ലോ ലെവൽ ഗ്രേ സ്കെയിൽസും വൈഡർ റേഞ്ച് ഓഫ് ഔട്ട്പുട്ട്, അതായത് ചെറിയ ഇൻപുട്ട് ലെവലും വലിയ ഔട്ടർ ഇതായിട്ടാണ് നമുക്ക് കിട്ടുക. അത് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗരിതമിക് ട്രാൻസ്ഫോം കൊടുത്തിട്ടുള്ളതാണ് കാണിച്ചേക്കുന്നത്. അതായത് ഇൻപുട്ട് ചെറുതാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വലുതായിരിക്കും. ഇൻവേഴ്സ് ലോഗരിതം എന്ന് പറയുമ്പോൾ ലോഗരിതത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക. ഇനി പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എസ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു ആർ റേസ് ടു ഗാമയാണ്. സിയും ഗാമ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. ഇത് ജസ്റ്റ് ഗാമയുടെ വാല്യൂ കാണിച്ചേക്കാണ്. ഗാമ ലെസ് ദാൻ 1ഉം ഗാമ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ 1ഉം ആണെങ്കിൽ എന്താ സംഭവിക്കും, ഗാമ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി ആണ് കിട്ടുന്നത് കാണിക്കണം. അപ്പോ ഇനി പവർ ലോ ട്രാൻസ്ഫോർമേഷൻ ജസ്റ്റ് ഗാമ കറക്ഷന് വേണ്ടിയിട്ടാണ്. ഫിനോമിന ഓഫ് ഗാമ കറക്ഷൻ നമ്മൾ പറഞ്ഞു CRTയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ എന്തുണ്ടാവും, നോൺ ലീനിയാരിറ്റി ഉണ്ടാവും. നിങ്ങൾ ഇത്ര കാര്യമായിട്ടൊന്നും എഴുതണ്ട, നോൺ ലീനിയാരിറ്റി ഉണ്ടാവും. അപ്പൊ ആ ലീനിയാരിറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗാമ കറക്ഷൻ എന്ന് പറയാം. ഇവിടെ പറഞ്ഞു ഇതാണ് പവർ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നത്. നമ്മുടെ ഗാമ വെച്ചിട്ടുള്ള ലീനിയർ വെഡ്ജ് ഗ്രേ സ്കെയിലുണ്ട്. റെസ്പോൺസ് ടു മോണിറ്റർ ടു ദ ലീനിയർ വെഡ്ജിലേക്ക് കൊടുക്കുന്നു. മോണിറ്റർ ചെയ്ത് ഗാമ കറക്റ്റ് ചെയ്ത് വരുന്ന ഒരു ഇമേജ്, അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എങ്ങനെ വരും. ഇത് പവർ ലോ ട്രാൻസ്ഫോർമേഷൻ ഒരു ഇമേജ് കാണിച്ചിരിക്കുകയാണ്. കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അതായത് കോൺട്രാസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഗാമ കറക്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് പവർ ലോ ട്രാൻസ്ഫോർമേഷൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺട്രാസ്റ്റ് മാനിപ്പുലേഷൻ ആണ്. ആ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കും. ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഫിഗറും